അല്ല ഉസ്താദന്മാരെ, നിങ്ങൾ ഈ ഉമ്മത്തിനെ എങ്ങോട്ടാണ് നയിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യേണ്ട പരിശുദ്ധമായ കർമ്മത്തെ പടപ്പിന് സുജൂദ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് സുന്നത്താണ് പഠിപ്പിച്ചത്. പരലോക ചിന്തയ്ക്കും മരണത്തെ ഓർക്കാനും വേണ്ടിയാണ് പഠിപ്പിച്ചത്. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കർമ്മത്തെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ഗൾഫിൽ പോക്ക് ശരിയാവാനും മക്കളെ കെട്ടിക്കാനും ഓരോരോ ആവശ്യങ്ങൾക്കും വേണ്ടി ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചില്ലേ. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാനം പറയേണ്ടി വരും. ഈ തരം ഷിർക്കൻ പ്രവർത്തനങ്ങളിലേക്ക് ഈ പാവപ്പെട്ട ഉമ്മത്തിനെ നയിക്കുന്ന നിങ്ങളെക്കുറിച്ചല്ലേ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്? സൂറത്തുൽ തൗബയിൽ 34-ാമത്തെ ആയത്തിൽ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധിക പേരും ജനങ്ങളുടെ മുതൽ അന്യായമായി തിന്നുകയും അള്ളാഹുവിലേക്കുള്ള വിശ്വാസം തടഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ ഈ ആത്മീയ ചൂഷണം നടത്തി ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതിന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇത് ഷിർക്കൻ പ്രവർത്തനമാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമായ തൗഹീദിന് ഘടകവിരുദ്ധമായ ഷിർക്കൻ പ്രവർത്തനമാണ് നീ ചെയ്യുന്നത്. ഈ സാധുക്കളെ കൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണോ നിങ്ങൾ നോക്കുന്നത്? നിങ്ങളെ പേടിച്ചിട്ടാണ് മദീനയിൽ വരെ ബോർഡ് വെച്ച് ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഖബറിൽ വന്ന് പ്രാർത്ഥിച്ച് അവരോട് സഹായം ചെയ്യരുത്, അത് ഷിർക്ക്, വലിയ ഷിർക്കാണെന്ന് അവിടെ തന്നെ ബോർഡ് വെച്ച്. നിങ്ങൾക്ക് ബോധമില്ലയോ ഉസ്താദന്മാരെ? നല്ല ഒരുപാട് ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അവരെയല്ല ഈ പറയുന്നത്. ഇങ്ങനെയുള്ള ഷിയായിസത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന പൗരോഹിത്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇതൊരു ആത്മീയ ചൂഷണമാണ്. ടെക്സ്റ്റൈൽസിൽ നിന്നും 10 മീറ്റർ പട്ട് തുണി മേടിച്ചുകൊണ്ടുവന്ന് കഷ്ണം കഷ്ണമായിട്ട് അത്രയും പൂശിയിട്ട് ഈ പാവങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറയും ഇത് ഭയങ്കരമായ പുണ്യമാണെന്ന്. ഇതൊക്കെ ശിർക്കൻ പ്രവർത്തനത്തിലേക്ക് നയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും ജാഗ്രതയോടെ നിൽക്കുക. ഈ പൗരോഹിത്യം നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുകയാണ്. യഥാർത്ഥ പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യില്ല. ഒരുപാട് നല്ല ആലിമീങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് ഷിർക്കിലേക്ക് നയിക്കുന്ന, ഖുറാഫാത്തിലേക്ക് നയിക്കുന്ന, ബിദഅത്തിലേക്ക് നയിക്കുന്ന പൗരോഹിത്യത്തിനെ കുറിച്ചുള്ളൊരു കാര്യങ്ങളാണ്, ഓർമ്മപ്പെടുത്തലാണ്. എന്തിനെ വിഷമിക്കണേ? സന്തതിക്ക് അവനക്ക് 1000 വർഷം ഈ ഭൂമിയിലേക്ക് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം വാദിച്ചവനും അമ്പലം കാവിലും അടവൂർ വരിയുണ്ടായി ഔലിയാക്കന്മാരും ഞാനും 1000 വർഷം അവനെ ഈ ഭൂമി കാണിക്കില്ല. പക്ഷെ നിനക്ക് ഈ ഭൂമി പിന്നെയും കാണാൻ പറ്റും. നീ എന്തിനെ വിഷമിക്കുന്നു? ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون. تدعوهم لا يسمعوا دعاءكم يا علي يا حسين يا زهراء يا عذراء. هذه هي الدعوة. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا وهم ما يملكون قطمير كيف يستجيبون؟ ولو سمعوا